ഹായ്. ഇന്ന് റെസൊണൻസ് കോളം എക്സ്പെരിമെൻറ്റിൻ്റെ പാർട്ട് 2 ആണ് ചെയ്യുന്നത്. പാർട്ട് 1 നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു. അത് ചെയ്യുന്ന മെത്തേഡാണ് അതിൽ പറയുന്നത്. ഇതിപ്പം കാൽക്കുലേഷനാണ്. അന്ന് കാൽക്കുലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്ന് റീഡിങ്സ് എടുത്തു. ഫസ്റ്റ് റെസൊണൻസ് ലെങ്ത്ത് ഇവിടെ ആദ്യത്തെ 512 ഫ്രീക്വൻസിക്ക് 17 കിട്ടി. ഇനി ഇവിടെ ഈ കോളം ഫില്ല് ചെയ്യണം. ഈ കോളം എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും മീനാണ്. ഇവിടെ ഈ രണ്ട് വാല്യൂം സെയിം ആയതുകൊണ്ട് ഇനി നമ്മൾ മീൻ കാണേണ്ട ആവശ്യമില്ല. ഇവിടെ രണ്ടും സെയിം ആയതുകൊണ്ട് അത് തന്നെയാണ് അതിൻ്റെ മീൻ. സപ്പോസ് ഇത് രണ്ടും ഡിഫറൻ്റ് ആണ് എങ്കിൽ എന്ത് ചെയ്യണം? ഈ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ എഴുതണം. മീൻ കാണുന്ന മെത്തേഡൊക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. ആഡ് ചെയ്ത് അവിടെ ഇടും. ഡിവൈഡ് ചെയ്യാൻ എപ്പോഴും കുട്ടികൾ മറക്കുന്നുണ്ട്. അതുപോലെ ഇവിടെയും രണ്ടും സെയിം ആണ്. അപ്പം മീൻ എന്ന് പറയുന്നത് അത് തന്നെ എടുത്തെഴുതി. ഇവിടെയും സെയിം അത് തന്നെ പ്രൊസീഡ് ചെയ്തു. ഈ കോളം എല്ലാം ഫില്ല് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇനി ഈ കോളം ഫില്ല് ചെയ്യണം. വി ടി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ അറ്റ് റൂം ടെമ്പറേച്ചർ. അതാണ് നമ്മുടെ എയിം. നിങ്ങൾ എയിം ഒന്ന് വായിച്ച് നോക്കുക. ഇനി ഇവിടെ 2n × L2 - L1 എന്നുള്ളതാണ് ഇവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ. അതുപയോഗിച്ച് ഇവിടെ കാൽക്കുലേഷൻ ചെയ്യാം. അപ്പോൾ ഇക്വേഷനിൽ n എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. ഇവിടെ നിങ്ങൾ ഉപയോഗിച്ച ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി ആദ്യത്തേത് 512 ആയിരുന്നു. അപ്പോൾ 2 × 512 × L2 എന്ന് പറയുന്നത് സെക്കൻഡ് റെസൊണൻസ് ലെങ്ത്ത്, അത് 50 ആയിരുന്നു. L1 എന്ന് പറയുന്നത് 17 ആയിരുന്നു. അതായത് ആ മീൻ കോളത്തിലെ വാല്യൂ എടുത്തെഴുതുന്നു. ഇപ്പം ലെങ്ത്ത് സെൻറ്റിമീറ്ററിലാണ് എടുത്തത്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ/സെക്കൻഡിലാണ്. ഇനി കാൽക്കുലേഷൻ ചെയ്യുക. 2 × 512 × 33 ഈ വാല്യൂ നമുക്ക് കിട്ടുന്നു അല്ലേ? ഇപ്പോൾ ഇവിടെ കിട്ടിയത് 33,792 സെൻറ്റിമീറ്റർ/സെക്കൻഡ് എന്നുള്ളൊരു വാല്യൂ ആണ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. അതുകൊണ്ട് ഇതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഇതിനെ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇവിടെ ഈ സെൻറ്റിമീറ്ററിൽ കിട്ടിയ ലെങ്ത്തിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഫോക്കൽ ലെങ്ത് ഒക്കെ കാണുമ്പോൾ സെൻറ്റിമീറ്ററിൽ കിട്ടിയ ഫോക്കൽ ലെങ്ത്തിനെ മീറ്ററിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ ഇവിടെ അപ്പം ഈ വാല്യൂവിനെ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് മീറ്റർ/സെക്കൻഡിലേക്ക് മാറുന്നു. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ അങ്ങനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറുമ്പം 337.92 മീറ്റർ/സെക്കൻഡ് എന്ന് വരുന്നു. അപ്പം ഇവിടെ ആ വാല്യൂ എഴുതി 337.92 എന്നുള്ള വാല്യൂ എഴുതുന്നു. ഇനി അതുപോലെ ഈ 480 ഫ്രീക്വൻസിക്കും ഇതുപോലെ കാൽക്കുലേഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ 2 × n എന്ന് പറയുന്നത് 480, L2 എന്ന് പറയുന്നത് 56, L1 എന്ന് പറയുന്നത് 20. അങ്ങനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 × 480 × 56 - 20 എന്ന് പറയുന്നത് 36. അത്രയും കാൽക്കുലേഷൻ ചെയ്യുമ്പം 34,560 സെൻറ്റിമീറ്റർ/സെക്കൻഡ് എന്ന് വരുന്നു. അപ്പോൾ അതിനെ നേരത്തെ പറഞ്ഞതുപോലെ മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റുമ്പോൾ 345.6 മീറ്റർ/സെക്കൻഡ് എന്ന് വരുന്നു. അപ്പം ആ രണ്ട് വാല്യൂ ഇവിടെ എഴുതുന്നു. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ ഈ ആദ്യം തന്നെ മീറ്റർ/സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇത് ഇവിടെ സെൻറ്റിമീറ്റർ/സെക്കൻഡിലാണ് തന്നിട്ടുള്ളത്. ഇത് രണ്ടും സെൻറ്റിമീറ്റർ/സെക്കൻഡിൽ എഴുതിയതിന് ശേഷം അവസാനം റിസൾട്ട് എഴുതുന്ന സമയത്ത് കൺവേർട്ട് ചെയ്താലും മതി. ഇവിടെ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 ട്യൂണിംഗ് ഫോർക്കിനാണ് റെസൊണൻസ് കോളം എക്സ്പെരിമെൻറ്റ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ 2 എണ്ണമേ ചെയ്ത് കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പം സ്കൂളിൽ നിന്ന് തരുന്ന ഒരു ട്യൂണിംഗ് ഫോർക്കും കൂടെ ഉപയോഗിച്ച് ഇതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി കുറഞ്ഞു വരികയാണ് എങ്കിൽ, ഇതിനേക്കാളും ഫ്രീക്വൻസി കുറഞ്ഞതാണെങ്കിൽ ലെങ്ത്ത് കൂടി വരും. അങ്ങനെ ഇതെല്ലാം ചെയ്ത് കാൽക്കുലേഷൻ ചെയ്ത് ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഇപ്പം ഈ രണ്ട് വാല്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ഇയറിൽ വേവ്സിൽ തിയറി പഠിച്ചിട്ടുണ്ടാകും. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ എന്ന് പറയുന്നത് അതിൻ്റെ തിയററ്റിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 340 മീറ്റർ/സെക്കൻഡ് ആണ്. ഇനി എന്ത് ചെയ്യണം? ഇവിടെ മീൻ കാണണം. ഇപ്പോൾ ഇവിടെ 2 ട്യൂണിംഗ് ഫോർക്കിന് എടുത്തിട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. എക്സാമിന് നിങ്ങൾ 3 ട്യൂണിംഗ് ഫോർക്കിനാണ് ചെയ്യുന്നതെങ്കിൽ ഈ 3 വാല്യൂയും കൂടെ ആഡ് ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യാൻ മറന്നു പോകരുത്. ഇവിടെ കിട്ടിയ ഈ 2 വാല്യൂയും കൂടെ ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 341.76 മീറ്റർ/സെക്കൻഡ് ആണ്.
ഇനി സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലാണ് എഴുതി വന്നതെങ്കിൽ അവസാനം നിങ്ങളത് കൺവേർട്ട് ചെയ്താലും മതി. അവസാനം 10⁻² തൊട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചാലും മതി. ആദ്യം ചെയ്യുന്നെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവസാനമാണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ ചെയ്യുന്നു. ലാസ്റ്റ് എന്തായാലും റിസൾട്ട് എഴുതുമ്പം SI യൂണിറ്റിലായിരിക്കണം, അത് മീറ്റർ പെർ സെക്കൻഡിൽ തന്നെ ആയിരിക്കണം. ഇവിടെ ഈ മീൻ VT എന്ന് പറയുന്നിടത്ത് ഇതിൻ്റെ മീൻ എഴുതുന്നു. ഇപ്പം മീറ്റർ പെർ സെക്കൻഡിലായതുകൊണ്ട് ഞാൻ ഇവിടെ ഫില്ല് ചെയ്തു. നിങ്ങൾ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ അവിടെ എഴുതുന്നു. 341.76 മീറ്റർ പെർ സെക്കൻഡ്. ഞാൻ പറഞ്ഞല്ലോ തിയററ്റിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പം ഏകദേശം അതിനടുത്ത വാല്യൂ തന്നെ എറർ ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇനി റിസൾട്ടിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ അറ്റ് റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നിടത്ത് ഇത് കണ്ടോ, റിസൾട്ട് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണ്. അവിടെ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ഒന്നും തന്നെ എഴുതാൻ പാടില്ല. ആ ഫൈനൽ റിസൾട്ട് വാല്യൂ ഇവിടെ എഴുതുന്നു. അപ്പോൾ ഈ ഒരു എയിമിനാണ് റെസൊണൻസ് കോളം ചെയ്തത്. ഇനി ചില സ്കൂളിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് അറ്റ് 0°C കാണാൻ ചോദിക്കും. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ആ കാൽക്കുലേഷനും കൂടെ ചെയ്യണം. റീഡിങ്സ് ഇത് തന്നെ മതി. ഇനി അതിൽ ആ കാൽക്കുലേഷൻ നോക്കാം. വെലോസിറ്റി ഓഫ് സൗണ്ട് അറ്റ് 0°C, അതായത് V0യുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് VT - 0.6T ആണ്. ഇതാണ് എയിമെങ്കിൽ ഇവിടെ അഡീഷണലായിട്ട് ഒരു റീഡിംഗ് കൂടെ എടുക്കാനുണ്ട്. ലാബിൽ തെർമോമീറ്റർ വെച്ചിട്ടുണ്ടാകും. ആ തെർമോമീറ്റർ ഉപയോഗിച്ച് അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് റൂം ടെമ്പറേച്ചർ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇവിടെ T എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറാണ്. റൂം ടെമ്പറേച്ചർ എടുക്കേണ്ടത് °C തന്നെയാണ്. നിങ്ങളുടെ തെർമോമീറ്റർ അത് തന്നെ ആയിരിക്കും. അപ്പോൾ ആ യൂണിറ്റിൽ തന്നെയാണ് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. സപ്പോസ് ഇപ്പം 32°C ആണ് എങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ VT ഇപ്പോൾ കിട്ടിയത് 341.76 - 0.6 × 32 എന്താണോ കിട്ടുന്നത്. അപ്പോൾ അപ്പോഴത്തെ ടെമ്പറേച്ചർ എന്താണോ അത് എഴുതുക. 32 ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. 32 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം Tക്ക് ഇവിടെ 32°C കൊടുക്കുകയാണെങ്കിൽ 341.76 - 0.6 × 32, അപ്പോൾ അത് 19.2 വരും. അങ്ങനെ ഇതൊന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 322.56 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അത് അടുത്ത റിസൾട്ടിൽ എഴുതി അത്രയും കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, താങ്ക് യു.